ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ലർപ്പ് ഫാമിൻ്റെ 10 ഐറ്റംസാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഒത്തിരി ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതിനകത്ത് ഉപയോഗിച്ചത് മില്ലറ്റ് നൂഡിൽസാണ്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചെറുധാന്യങ്ങൾ പൊടിച്ചുണ്ടാക്കുന്ന ഐറ്റംസാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ നമ്മൾ ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നത് മൈദയും അതുപോലെ ഗോതമ്പൊക്കെ വെച്ചിട്ടാണ്. എന്നാൽ ഇത് ചെറുധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രാഗി തിന്നാന്ന് പോലത്തെ ഐറ്റംസാണ്. ഈ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മില്ലറ്റ് എന്താണെന്ന്. അപ്പോൾ ആ ഐറ്റംസ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എക്സ്ട്രാ വേറെ ഫ്ലേവേഴ്സൊന്നും ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ യെല്ലോ ഷെയ്ഡിൽ കാണുന്ന ഈ ഒരു മില്ലറ്റ് നൂഡിൽസ് വരുന്നത് ഫോക്സ്tail മില്ലറ്റ് നൂഡിൽസാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ കളറുള്ള നൂഡിൽസാണ്. ഇത് വരുന്നത് നമുക്ക് ലിറ്റിൽ മില്ലറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് 2 ടൈപ്പ് നൂഡിൽസാണ് ഇതിനകത്ത് ഉള്ളത്. അതുകൂടാതെ തന്നെ വേറെയും ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അടുത്ത ഐറ്റം നോക്കാൻ പോകുന്നത് കോക്കനട്ട് ഷുഗറാണ്. ഇത് നാച്ചുറലായിട്ട് സ്വീറ്റ്നറാണ്. നമുക്ക് മധുരം ഉപയോഗിക്കേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് മധുരം ഉപയോഗിക്കേണ്ടത് അതിനകത്തേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാച്ചുറലാണ് ഇത്. അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ്നർ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ കേക്കിലും അതുപോലെ നൂഡിൽസ്, സ്നാക്സ് ഇതിനകത്തൊക്കെ നമുക്ക് ഇത് ചേർക്കാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ചോക്കോ ക്രഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം, പാലിലൊക്കെ ഇട്ട് പല ഷേപ്പിലൊക്കെ ഇട്ട് കുടിക്കുന്നത്. മെയിനായിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കോണ്, വാനില എക്സ്ട്രാക്റ്റ്, രാഗി, കൊക്കോ, ജോവർ, റൈസ്, ഇത്രയുമാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ഉണ്ട്, അതുപോലെ ഫൈബർ, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണിത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേറെ ഐറ്റം നോക്കാം. സ്ലർപ്പ് ഫാമിൻ്റെ തന്നെ ആൽമണ്ട് ഡേറ്റ് പൗഡർ ആട്ടോ ഇത് 100% തന്നെ ഡ്രൈ ഫ്രൂട്ട് മിക്സാണ്. ഇത് നമുക്ക് പാലിലൊക്കെ കലക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് മിൽക്ക് ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണിത്. കോപ്പർ, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേറെ ഐറ്റം കൂടെ പരിചയപ്പെടാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ദോശയാണ് കേട്ടോ ഇത് മില്ലറ്റ് ദോശയാണ്. അതിനകത്ത് സ്പിനാച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇത് നല്ലൊരു ഫുഡാണ്. ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ മില്ലറ്റ്സും അടങ്ങിയിട്ടുണ്ട്. അടുത്ത നല്ല കാണാൻ ഭംഗിയുള്ള ഒരു മില്ലറ്റ് ദോശയാണ് കേട്ടോ. അത് ബീട്രൂട്ടിൻ്റെ ഫ്ലേവറാണുള്ളത്. ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രം അടങ്ങിയിട്ടുള്ളത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. രാഗി, സൂചി, ഓട്സ് തുടങ്ങിയിട്ടുള്ള ഒരു 4-5 ഐറ്റംസ് ചേർത്തിട്ടുള്ള മില്ലറ്റ് ചേർത്തിട്ടുള്ള ഒരു ദോശയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാട്ടോ ഇത്. ഇതിനകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവാട്ടം മില്ലറ്റ് ഉപ്പുമാവാണ് ഇത്. ഗീ മസാലയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആർട്ടിഫിഷ്യൽ കളേഴ്സും ഇല്ല. അതുപോലെ പാം ഓയിലൊന്നും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ധാരാളമായിട്ട് പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാട്ടോ ഇത്. അടുത്തത് മില്ലറ്റിൻ്റെ ഒരു ഉപ്പുമാവാണ് കേട്ടോ. ടൊമാറ്റോ മസാലയാണ് ഇതിനകത്തുള്ളത്. ഇതും അതേ, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറും ഇല്ല. പിന്നെ പാം ഓയിലൊന്നും ചേർത്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഉപ്പുമാവാട്ടോ ഇത്. ഇതും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ്.
അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് മേടിച്ച് നോക്കുക കേട്ടോ. നല്ലൊരു വെറൈറ്റി ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി പരിചയപ്പെടാം കേട്ടോ. അത് നമുക്ക് ഏതാണെന്ന് നോക്കാം. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ ഇത്. പഞ്ചിരി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ മില്ലറ്റ്സ്, നട്ട്സ്, അതുപോലെ തന്നെ നെയ്യ്, ശർക്കര ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് രാഗി, അതുപോലെ തന്നെ ഇഞ്ചി, ഓട്സ്, പിന്നെ കാഷ്യൂ, അതുപോലെ ആൽമണ്ട്, ജോവർ, നെയ്യ്, പിന്നെ ഏലക്ക, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് തന്നെ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ നല്ലൊരു ഉറവിടം തന്നെയാണ് കേട്ടോ ഇത്. നല്ലൊരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു സ്ലർപ്പ് ഫാമിങ്ങിൻ്റെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഫോക്സ്റ്റൈൽ മില്ലറ്റ് എന്ന് പറഞ്ഞ യെല്ലോ കളറിലെ നൂഡിൽസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് സാധാരണ ചെയ്യുന്ന നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കവറോടെ പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് കുറച്ച് വെള്ളം വെക്കാം. അതായത് ഈ നൂഡിൽസ് ആവശ്യമുള്ള വെള്ളം വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മളിത് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ നൂല് പോലെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഐറ്റംസൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അടുപ്പത്ത് നമുക്ക് ഇത് മസാല റെഡിയാക്കാനായിട്ട് പാത്രം വയ്ക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാബേജ്, പിന്നെ കുറച്ച് പൊട്ടാറ്റോയും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഐറ്റംസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്താണോ അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. നോർമലി ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് വെള്ളം വറുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മസാല, ചെറിയൊരു പാക്കറ്റ് മസാലയും കൂടി ഉണ്ട്, അതിനകത്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ് ഇതിന്. സാധാരണ നൂഡിൽസ് കഴിക്കുമ്പോൾ നമുക്ക് മസാല കിട്ടാറുണ്ട്, എന്നാൽ അതിനകത്ത് അജിനോമോട്ടോ ചേർക്കാറുണ്ട്. എന്നാൽ ഇതിനകത്ത് അജിനോമോട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാലയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് തോന്നും നന്നായിട്ട്. അപ്പോൾ ഇതാണ് മസാല. അപ്പോൾ ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഒരു നൂഡിൽസ് എത്രയാണോ ഉള്ളത് അതിലേക്കുള്ള മസാല മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിട്ടെടുത്ത് മിക്സ് ചെയ്ത് നല്ലൊരു ഫ്ലേവറാട്ടോ. നമ്മൾ കഴിക്കാത്ത ടേസ്റ്റാണിതിന്. ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ഇത് കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. കാരണം രാഗി, ചെറിയ മില്ലറ്റ്സ് ഒക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഇത്തിരി കുറവാണെന്നുള്ളൊരു ധാരണയായിരുന്നു. എന്നാൽ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നൂഡിൽസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടിൽ. അപ്പോൾ ഞാനിത് മക്കൾക്ക് ഇത് കഴിക്കുന്നത് കാണിക്കാം കേട്ടോ. മോനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്, മോള് നന്നായിട്ട് കഴിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നൂഡിൽസാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇത് നമുക്ക് വേറെ ഐറ്റം കൂടി ഞാൻ കാണിക്കാം, അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ചോക്കോ ക്രഞ്ചാണ്. കുട്ടികൾക്കൊക്കെ പാലൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റാറിൻ്റെയും അതുപോലെ തന്നെ മൂണിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ഒരു ചോക്കോ ക്രഞ്ചാണിത്. അപ്പോൾ അത് പാലൊക്കെ ഒഴിച്ച് നമുക്ക് അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ഇതൊന്ന് ട്രൈ നോക്കി, മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് പാക്ക് വരുന്നത് കേട്ടോ. 400 ഗ്രാമിൻ്റെ ഒരു വലിയൊരു പാക്കറ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിത് 1 ഗ്ലാസ് പാലെടുത്തിട്ട്, തിളപ്പിച്ച പാൽ, അതിനകത്തേക്ക് ഞാനിത് ചോക്കോ ക്രഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മക്കൾക്ക് ഇത് കഴിക്കാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴിച്ചു, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ 10 ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്